പാണ്ഡവരുടെയും ദ്രൗപദിയുടെയും സ്വർഗാരോഹണ കഥ, മഹാപ്രസ്ഥാനിക പർവ്വം, സ്വർഗാരോഹണ പർവ്വം എന്നീ ഭാഗങ്ങളിലാണ് മഹാഭാരതത്തിൽ വിവരിക്കുന്നത്. കുരുക്ഷേത്രയുദ്ധം കഴിഞ്ഞ് ധർമ്മിഷ്ഠമായി രാജ്യം ഭരിച്ചശേഷം പാണ്ഡവർ തങ്ങളുടെ അന്ത്യയാത്രയ്ക്കായി പുറപ്പെടുന്നതാണ് ഈ കഥ. 1. മഹാപ്രസ്ഥാനം. അന്ത്യയാത്ര. കലിയുഗം ആരംഭിച്ചപ്പോൾ ലോകത്ത് അശാന്തിയും അധർമ്മവും പെരുകാൻ തുടങ്ങി. ഇത് കണ്ടറിഞ്ഞ ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ തങ്ങളുടെ ലൗകിക ജീവിതം പൂർത്തിയായി എന്ന് മനസ്സിലാക്കി. അദ്ദേഹം രാജഭാരം അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷിത്തിന് നൽകി. തുടർന്ന് ദ്രൗപദി അടക്കമുള്ള 5 പാണ്ഡവരും ഭൗതിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് തങ്ങളുടെ അന്ത്യയാത്രയായ മഹാപ്രസ്ഥാനം, മഹത്തായ യാത്ര ആരംഭിച്ചു. അവർ കാൽനടയായി ഹിമാലയത്തിലേക്ക് യാത്രയായി. പാണ്ഡവർ തങ്ങളോടൊപ്പം ഒരൊറ്റ നായയെ മാത്രമേ കൂട്ടിയുള്ളൂ. സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയിൽ അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാരണങ്ങളാൽ ശരീരം ഉപേക്ഷിക്കേണ്ടിവന്നു. 2. വഴിയിൽ വീഴുന്നവർ. സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയിൽ ആദ്യം വീണത് ദ്രൗപദിയായിരുന്നു. 1. ദ്രൗപദി വീഴുന്നു. അവരുടെ വീഴ്ച കണ്ടപ്പോൾ ഭീമസേനൻ യുധിഷ്ഠിരനോട് ചോദിച്ചു, ദ്രൗപദി ഒരു പാപവും ചെയ്യാത്തവളും എല്ലായ്പ്പോഴും ധർമ്മിഷ്ഠയുമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവൾ ആദ്യം വീണത്? യുധിഷ്ഠിരൻ മറുപടി പറഞ്ഞു, അവൾക്ക് അർജുനനോട് മറ്റ് ഭർത്താക്കന്മാരോടുള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹമുണ്ടായിരുന്നു. ഭർത്താക്കന്മാരിലെ ഈ പക്ഷഭേദം കാരണമാണ് അവൾക്ക് വീഴേണ്ടി വന്നത്. 2. സഹദേവനും നകുലനും വീഴുന്നു. തുടർന്ന് സഹദേവൻ വീണു. കാരണം ചോദിച്ചപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു, തന്നേക്കാൾ ബുദ്ധിമാനായി മറ്റാരുമില്ല എന്ന് അവൻ അഹങ്കരിച്ചിരുന്നു. പിന്നാലെ നകുലനും വീണു. യുധിഷ്ഠിരൻ പറഞ്ഞു, തന്നേക്കാൾ സൗന്ദര്യമുള്ള ആരും ഈ ലോകത്തില്ല എന്ന ഭാവം അവനുണ്ടായിരുന്നു. 3. അർജുനൻ വീഴുന്നു. ശേഷം അർജുനൻ വീണു. കാരണം ഇങ്ങനെ: ഒരു ദിവസം കൊണ്ട് താൻ ശത്രുക്കളെ മുഴുവൻ നശിപ്പിക്കും എന്ന് അവൻ അഹങ്കരിച്ചു. കൂടാതെ തന്റെ ധീരതയിൽ അമിതമായി അഭിമാനിച്ചു. 4. ഭീമസേനൻ വീഴുന്നു. ഒടുവിൽ ഭീമസേനനും വീണു. കാരണം അവൻ അമിതമായി ഭക്ഷണം കഴിക്കുകയും തന്റെ ശക്തിയിൽ അമിതമായി അഹങ്കരിക്കുകയും ചെയ്തിരുന്നു. 3. യുധിഷ്ഠിരൻ സ്വർഗ്ഗത്തിലേക്ക്. പാണ്ഡവരിൽ യുധിഷ്ഠിരനും ഒപ്പമുണ്ടായിരുന്ന നായയും മാത്രമേ യാത്ര പൂർത്തിയാക്കിയുള്ളൂ. അവിടെ ഇന്ദ്രൻ ഒരു തേരുമായി യുധിഷ്ഠിരനെ സ്വീകരിക്കാനെത്തി. ഇന്ദ്രൻ യുധിഷ്ഠിരനോട് തേരിലേറി സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. യുധിഷ്ഠിരൻ ചോദിച്ചു, എന്റെ സഹോദരന്മാരും ദ്രൗപദിയും വീണുപോയല്ലോ. അവരെ കൂടാതെ ഞാൻ എങ്ങനെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും? ഇന്ദ്രൻ മറുപടി പറഞ്ഞു, അവരെല്ലാം ശരീരം ഉപേക്ഷിച്ച് മുന്നേ സ്വർഗ്ഗത്തിലെത്തിയിട്ടുണ്ട്. നിങ്ങൾ വരിക. യുധിഷ്ഠിരൻ രണ്ടാമതായി ഒരു ചോദ്യം ചോദിച്ചു, ഈ നായ എന്നെ ഒരിടത്തും ഉപേക്ഷിക്കാതെ കൂടെ വന്നതാണ്. അതിന് എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ അനുവാദമുണ്ടോ? ഇന്ദ്രൻ നായയെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. എങ്കിലും യുധിഷ്ഠിരൻ തന്റെ കൂടെ വന്ന വിശ്വസ്തനായ നായയെ ഉപേക്ഷിച്ച് സ്വർഗ്ഗം വേണ്ടെന്ന് വാശിപിടിച്ചു. ധർമ്മപുത്രനായ യുധിഷ്ഠിരന്റെ ധർമ്മബോധം കണ്ട ഇന്ദ്രൻ സന്തുഷ്ടനായി. നായയുടെ രഹസ്യം. അപ്പോൾ ആ നായ തന്റെ രൂപം മാറി സാക്ഷാൽ ധർമ്മദേവനായി യമധർമ്മൻ മാറി. ധർമ്മബോധത്തിൽ യുധിഷ്ഠിരൻ ഉന്നതനാണോ എന്നു പരീക്ഷിക്കാനാണ് ധർമ്മദേവൻ നായയുടെ രൂപത്തിൽ കൂടെ വന്നത്. അങ്ങനെ യുധിഷ്ഠിരൻ തന്റെ ശരീരത്തോടെ സ്വർഗാരോഹണം ചെയ്തു. 4. സ്വർഗ്ഗത്തിലെ അനുഭവം. സ്വർഗ്ഗത്തിലെത്തിയ യുധിഷ്ഠിരൻ ആദ്യം കണ്ടത് ദുര്യോധനൻ ഉൾപ്പെടെയുള്ള കൗരവന്മാരെയാണ്. എന്നാൽ തന്റെ സഹോദരന്മാരെ അവിടെയെങ്ങും കണ്ടില്ല. അവരെ കണ്ടില്ലെങ്കിൽ താൻ സ്വർഗ്ഗത്തിൽ നിൽക്കില്ലെന്ന് യുധിഷ്ഠിരൻ പറഞ്ഞപ്പോൾ സ്വർഗ്ഗത്തിലെ ദൂതൻ അദ്ദേഹത്തെ നരകതുല്യമായ ഒരിടത്തേക്ക് കൊണ്ടുപോയി. അവിടെയാണ് സഹോദരന്മാരുണ്ടായിരുന്നത്. അവരുടെ ദുരിതം കണ്ട യുധിഷ്ഠിരൻ, എനിക്കീ നരകത്തിൽ സഹോദരങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ് സ്വർഗ്ഗം എന്ന് പ്രഖ്യാപിച്ചു. യുധിഷ്ഠിരൻ ഈ പ്രഖ്യാപനം നടത്തിയ ഉടൻ തന്നെ ആ സ്ഥലം സ്വർഗ്ഗതുല്യമായ ഒരിടമായി മാറി. കാരണം എല്ലാവരും മരണത്തിനു മുൻപ് അറിയാതെ ചെയ്ത പാപങ്ങൾ തീർക്കാനായി ഒരു നിമിഷം നരകത്തിലൂടെ കടന്നുപോകേണ്ടിവരും. യുധിഷ്ഠിരനും അതുപോലെ ചെയ്യേണ്ടിവന്നു. തന്റെ സഹോദരങ്ങളോടുള്ള സ്നേഹം കാരണം ആ നരകം പോലും സ്വർഗ്ഗമായി മാറി. ഇങ്ങനെ പാണ്ഡവരും ദ്രൗപദിയും അവരുടെ കർമ്മഫലങ്ങൾ പൂർത്തിയാക്കി സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു.